ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ മൂന്നാമത്തെ നാമമാണ് ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥവും കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ വാക്ക് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പറയുന്നത് ശ്രീമത് സിംഹാസനേശ്വരി എന്നാണ്. എന്ന് വെച്ചാൽ ആ ആദിപരാശക്തിയായിട്ടുള്ള ജഗദംബയെ ഇവിടെ സിംഹാസനേശ്വരി എന്ന് വിളിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ ഈ പരാശക്തിയായിട്ടുള്ള ജഗദംബയുടെ സിംഹാസനമായിട്ടുള്ള കണക്കാക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ സിംഹം തന്നെയാണ്. സിംഹത്തിൻ്റെ മുകളിലാണ് ആ അമ്മ ഇരിക്കുന്നത്. അപ്പോൾ ആ സിംഹത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ സിംഹം എന്ന് പറഞ്ഞാൽ സകല ജീവികളുടെയും രാജാവായിട്ടാണ്, മൃഗങ്ങളുടെ രാജാവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സകല ക്രൂരമൃഗങ്ങൾ, ഏത് തരത്തിലുള്ള മൃഗങ്ങളെയും പരാജയപ്പെടുത്താൻ കഴിവുള്ളതാണ് ഈ സിംഹം. അപ്പോൾ ആ ക്രൂരമൃഗമായിട്ടുള്ള സിംഹത്തിനെ പോലും അടക്കി തൻ്റെ വരുതിയിൽ നിർത്തുന്നവളാണ് സാക്ഷാൽ സിംഹാസനേശ്വരിയോ ആയിട്ടുള്ള ജഗദംബ. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലുള്ള ക്രൂരമൃഗങ്ങളുണ്ട്. എന്തൊക്കെയാ? അസൂയ, അതുപോലെ കുശുമ്പ്, അതുപോലെ തന്നെ കാമക്രോധ ലോഭ മത മാത്സര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൃഗങ്ങളാണ്. അപ്പോൾ ഈ മൃഗങ്ങളെ മുഴുവൻ തന്നെ നിയന്ത്രിക്കുവാനുള്ളൊരു കഴിവ് എങ്ങനെ നമുക്കുണ്ടാവണം? ആ അമ്മയായിട്ടുള്ള ജഗദംബ നമ്മുടെ മനസ്സാകുന്ന സിംഹാസനത്തിലിരിക്കണം. ആ മനസ്സിലേക്ക് ഇരിക്കുന്ന അവസരത്തിൽ ആ സിംഹാസനമായിട്ടുള്ളത് ഏതാ? ഈ പറയുന്ന മുഴുവൻ ദുഷിച്ച ചിന്തകളെയും തൻ്റെ വരുതിയിലാക്കാൻ കഴിയുന്ന അവളായ ആ അമ്മ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് പാകപ്പെടണം എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഈ ശ്രീമാതാം ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് ജപിക്കുമ്പോൾ ആ ഓരോ പേരിൻ്റെയും കൃത്യമായ അർത്ഥം മനസ്സിലാക്കി ഈ സിംഹാസനേശ്വരി എന്ന് പറയുന്ന വാക്കിലേക്ക് എത്തുമ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടചിന്തകളും, എൻ്റെ നാശത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ ദുഷ്ടചിന്തകളെയും അടക്കി നിർത്തുവാൻ ആ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടാകട്ടെ എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് ആ സിംഹാസനേശ്വരി ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നതായതുകൊണ്ടാണ് ആ അമ്മയെ സിംഹാസനേശ്വരി എന്ന് വിളിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ അടുത്ത നാമം നമുക്ക് അടുത്ത ദിവസം പറയാം.